ന്യായാധിപന്മാരുടെ പുസ്തകം 14 അധ്യായം. അനന്തരം ശിംശോൻ തിമ്നയിലേക്ക് ചെന്ന് തിമ്നയിൽ ഒരു ഫിലിസ്ത്യ കന്യകയെ കണ്ടു. അവൻ വന്നു തന്റെ അപ്പനെയും അമ്മയെയും അറിയിച്ചു, ഞാൻ തിമ്നയിൽ ഒരു ഫിലിസ്ത്യ കന്യകയെ കണ്ടിരിക്കുന്നു, അവളെ എനിക്ക് ഭാര്യയായിട്ട് എടുക്കണമെന്ന് പറഞ്ഞു. അവന്റെ അപ്പനും അമ്മയും അവനോട്, അഗ്രചർമ്മികളായ ഫിലിസ്ത്യരിൽ നിന്ന് നീ ഒരു ഭാര്യയെ എടുപ്പാൻ പോകേണ്ടതിന് നിന്റെ സഹോദരന്മാരുടെ കന്യകന്മാരിലും നമ്മുടെ സകല ജനത്തിലും യാതൊരുത്തിയും ഇല്ലയോ എന്ന് ചോദിച്ചതിന് ശിംശോൻ തന്റെ അപ്പനോട്, അവളെ എനിക്ക് എടുക്കണം, അവളെ എനിക്ക് ബോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് യഹോവയാൽ ഉണ്ടായതെന്ന് അവന്റെ അപ്പനും അമ്മയും അറിഞ്ഞില്ല. അവൻ ഫിലിസ്ത്യരുടെ നേരെ അവസരം അന്വേഷിക്കുകയായിരുന്നു. ആ കാലത്ത് ഫിലിസ്ത്യരായിരുന്നു ഇസ്രായേലിനെ വാണിരുന്നത്. അങ്ങനെ ശിംശോനും അവന്റെ അപ്പനും അമ്മയും തിമ്നയിലേക്ക് പോയി. തിമ്നയ്ക്കരികെയുള്ള മുന്തിരിത്തോട്ടങ്ങളിൽ എത്തിയപ്പോൾ ഒരു ബാലസിംഹം അവന്റെ നേരെ അലറി വന്നു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. കയ്യിലൊന്നും ഇല്ലാതിരിക്കെ അവൻ അതിനെ ഒരു ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞു. താൻ ചെയ്തത് അപ്പനോടും അമ്മയോടും പറഞ്ഞില്ല. പിന്നെ അവൻ ചെന്ന് ആ സ്ത്രീയോട് സംസാരിച്ചു. അവളെ ശിംശോന് ബോധിച്ചു. കുറെ കാലം കഴിഞ്ഞ ശേഷം അവൻ അവളെ വിവാഹം കഴിപ്പാൻ തിരികെ പോകുകയിൽ സിംഹത്തിന്റെ ഉടൽ നോക്കേണ്ടതിന് മാറി ചെന്നു. സിംഹത്തിന്റെ ഉടലിനകത്ത് ഒരു തേനീച്ചക്കൂട്ടവും തേനും കണ്ടു. അതവൻ കയ്യിലെടുത്ത് തിന്നും കൊണ്ട് നടന്നു. അപ്പന്റെയും അമ്മയുടെയും അടുക്കൽ ചെന്നു, അവർക്കും കൊടുത്തു, അവരും തിന്നു. എന്നാൽ തേൻ ഒരു സിംഹത്തിന്റെ ഉടലിൽ നിന്ന് എടുത്തു എന്ന് അവൻ അവരോട് പറഞ്ഞില്ല. അങ്ങനെ അവന്റെ അപ്പൻ ആ സ്ത്രീയുടെ വീട്ടിൽ ചെന്നു. ശിംശോൻ അവിടെ ഒരു വിരുന്നു കഴിച്ചു. യൗവനക്കാർ അങ്ങനെ ചെയ്യുക പതിവായിരുന്നു. അവർ അവനെ കണ്ടപ്പോൾ അവനോടുകൂടി ഇരിപ്പാൻ 30 തോഴന്മാരെ കൊണ്ടുവന്നു. ശിംശോൻ അവരോട്, ഞാൻ നിങ്ങളോട് ഒരു കടം പറയാം. വിരുന്നിന്റെ 7 ദിവസത്തിനകം നിങ്ങളത് വീട്ടിയാൽ ഞാൻ നിങ്ങൾക്ക് 30 ഉള്ളങ്കിയും 30 വിശേഷ വസ്ത്രവും തരാം. വീട്ടുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിലോ നിങ്ങൾ എനിക്ക് 30 ഉള്ളങ്കിയും 30 വിശേഷ വസ്ത്രവും തരയണം എന്ന് പറഞ്ഞു. അവർ അവനോട്, നിന്റെ കടം പറക, ഞങ്ങൾ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അവൻ അവരോട്, ഭോക്താവിൽ നിന്ന് ഭോജനവും മലനിൽ നിന്ന് മധുരവും പുറപ്പെട്ടു എന്ന് പറഞ്ഞു. എന്നാൽ കടം വീട്ടുവാൻ 3 ദിവസത്തോളം അവർക്ക് കഴിഞ്ഞില്ല. 7-ാം ദിവസത്തിലോ അവർ ശിംശോന്റെ ഭാര്യയോട്, ഞങ്ങൾക്ക് പറഞ്ഞു തരുവാൻ തക്കവണ്ണം നിന്റെ ഭർത്താവിനെ വശീകരിക്കാൻ, അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെയും നിന്റെ പിതൃഭവനത്തെയും തീ വെച്ച് ചുട്ടുകളയും. ഞങ്ങളുടെ വസ്തു കരസ്ഥമാക്കേണ്ടതിനോ നിങ്ങൾ ഞങ്ങളെ വിളിച്ചത് എന്ന് പറഞ്ഞു. ശിംശോന്റെ ഭാര്യ അവന് മുമ്പിൽ കരഞ്ഞു, നീ എന്നെ സ്നേഹിക്കുന്നില്ല, എന്നെ ദ്വേഷിക്കുന്നു. എൻ്റെ അസ്മാദികളോട് ഒരു കടം പറഞ്ഞിട്ട് എനിക്കത് പറഞ്ഞു തന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അവൻ അവളോട്, എൻ്റെ അപ്പനും അമ്മയ്ക്കും ഞാനത് പറഞ്ഞു കൊടുത്തിട്ടില്ല, പിന്നെ നിനക്ക് പറഞ്ഞു തരുമോ എന്ന് പറഞ്ഞു. വിരുന്നിൻ്റെ 7 ദിവസവും അവൾ അവൻ്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ടിരുന്നു. 7-ാം ദിവസം അവൾ അവനെ അസഹ്യപ്പെടുത്തുകൊണ്ട് അവൻ പറഞ്ഞു കൊടുത്തു. അവൾ തൻ്റെ അസ്മാദികൾക്കും കടം പറഞ്ഞു കൊടുത്തു. 7-ാം ദിവസം സൂര്യൻ അസ്തമിക്കും മുമ്പേ പട്ടണക്കാർ അവനോട്, തേനിനേക്കാൾ മധുരമുള്ളതെന്ത്, സിംഹത്തേക്കാൾ ബലമുള്ളത് എന്ത് എന്ന് പറഞ്ഞു. അതിന് അവൻ അവരോട്, നിങ്ങൾ എൻ്റെ പശുക്കിടാവിനെ പൂട്ടി ഉഴുതില്ലെങ്കിൽ എൻ്റെ കടം വീട്ടുകയില്ലായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. അവൻ അസ്കലോനിലേക്ക് ചെന്ന് 30 പേരെ കൊന്ന് അവരുടെ ഉടുപ്പൂരി കടം വീട്ടിയവർക്ക് വസ്ത്രം കൊടുത്തു. അവന്റെ കോപം ജ്വലിച്ചു. അവൻ തന്റെ അപ്പന്റെ വീട്ടിൽ പോയി. ശിംശോന്റെ ഭാര്യ അവന്റെ കൂട്ടുകാരനായിരുന്ന തോഴന് ഭാര്യയായി തീർന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം. കുറെ കാലം കഴിഞ്ഞിട്ട് കോതമ്പ് കൊയ്ത്തു കാലത്ത് ശിംശോൻ ഒരു കോലാട്ടിൻ കുട്ടിയെയും കൊണ്ട് തന്റെ ഭാര്യയെ കാണാൻ ചെന്നു. ശയനഗ്രഹത്തിൽ എന്റെ ഭാര്യയുടെ അടുക്കൽ ഞാൻ കടന്നു ചൊല്ലട്ടെ എന്ന് പറഞ്ഞു. അവളുടെ അപ്പനോ അവനെ അകത്ത് കടപ്പാൻ സമ്മതിക്കാതെ, നിനക്ക് അവളിൽ കേവലം അനിഷ്ടമായി എന്ന് ഞാൻ വിചാരിച്ചതുകൊണ്ട് അവളെ നിന്റെ തോഴന് കൊടുത്തുപോയി. അവളുടെ അനുജത്തി അവളേക്കാൾ സുന്ദരിയല്ലോ, അവൾ മറ്റവൾക്ക് പകരം നിനക്കിരിക്കട്ടെ എന്ന് പറഞ്ഞു. അതിന് ശിംശോൻ, ഇപ്പോൾ ഫിലിസ്ത്യർക്ക് ഒരു ദോഷം ചെയ്താൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞു. ശിംശോൻ പോയി 300 കുറുക്കന്മാരെ പിടിച്ച് വാലോട് വാൽ ചേർത്ത് പന്തമെടുത്ത് ഈ 2 വാലിനിടയിൽ ഓരോ പന്തം വെച്ചു കെട്ടി പന്തത്തിന് തീ കൊളുത്തി ഫിലിസ്ത്യരുടെ വിളവിലേക്ക് വിട്ടു. കറ്റയും വിളവും ഒലിവ് തോട്ടങ്ങളുമെല്ലാം ചുട്ടുകളഞ്ഞു. ഇത് ചെയ്തതാർ എന്ന് ഫിലിസ്ത്യർ അന്വേഷിച്ചാറെ തിമ്നക്കാരന്റെ മരുമകൻ ശിംശോൻ അവന്റെ ഭാര്യയെ അവനെടുത്ത് തോഴന് കൊടുത്തു കളഞ്ഞു എന്നവർക്ക് അറിവ് കിട്ടി. ഫിലിസ്ത്യർ ചെന്ന് അവളെയും അവളുടെ അപ്പനെയും തീയിലിട്ട് ചുട്ടുകളഞ്ഞു. അപ്പോൾ ശിംശോൻ അവരോട്, നിങ്ങൾ ഈ വിധം ചെയ്യുന്നുവെങ്കിൽ
ഞാൻ നിങ്ങളെ പ്രതികാരം ചെയ്യാതെ വിടുകയില്ല എന്ന് പറഞ്ഞു. അവരെ കഠിനമായി അടിച്ചു തുടയും നടുവും തകർത്തു കളഞ്ഞു. പിന്നെ അവൻ ചെന്ന് ഏതാം പാറയോട് ഗഹുരത്തിൽ പാർത്തു. എന്നാൽ ഫെലിസ്ത്യർ ചെന്ന് യഹൂദയിൽ പാളയമിറങ്ങി ലേഹിയിലെല്ലാം പരന്നു. നിങ്ങൾ ഞങ്ങളുടെ നേരെ വന്നിരിക്കുന്നത് എന്ത് എന്ന് യഹൂദ്യർ ചോദിച്ചു. ശിംശോൻ ഞങ്ങളോട് ചെയ്തതുപോലെ ഞങ്ങൾ അവനോടും ചെയ്യേണ്ടതിന് അവനെ പിടിച്ചുകെട്ടുവാൻ വന്നിരിക്കുന്നു എന്നവർ ഉത്തരം പറഞ്ഞു. അപ്പോൾ യഹൂദയിൽ നിന്ന് 3000 പേർ ഏതാം പാറയുടെ ഗഹുരത്വങ്കൽ ചെന്ന് ശിംശോനോട്, ഫെലിസ്ത്യർ നമ്മെ വാഴുന്നു എന്ന് നീ അറിയുന്നില്ലയോ? നീ ഞങ്ങളോട് ഈ ചെയ്തതെന്ത് എന്ന് ചോദിച്ചു. അവർ എന്നോട് ചെയ്തതുപോലെ ഞാൻ അവരോടും ചെയ്തു എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ അവനോട്, ഫെലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് നിന്നെ പിടിച്ചു കെട്ടുവാൻ ഞങ്ങൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ശിംശോൻ അവരോട്, നിങ്ങൾ തന്നെ എന്നെ കൊല്ലുകയില്ല എന്നോട് സത്യം ചെയ്യുവനെന്ന് പറഞ്ഞു. അവർ അവനോട്, ഇല്ല, ഞങ്ങൾ നിന്നെ കൊല്ലുകയില്ല, നിന്നെ പിടിച്ചു കെട്ടി അവരുടെ കയ്യിൽ ഏൽപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ 2 പുതിയ കയർ കൊണ്ട് അവനെ കെട്ടി പാറയിൽ നിന്ന് കൊണ്ടുപോയി. അവൻ ലേഹിയിലെത്തിയപ്പോൾ ഫെലിസ്ത്യർ അവനെ കണ്ടിട്ട് ആർത്തു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. അവന്റെ കൈ കെട്ടിയിരുന്ന കയർ തീ കൊണ്ട് കരിഞ്ഞ ചണനൂൽ പോലെയായി. അവന്റെ ബന്ധനങ്ങൾ കൈമേൽ നിന്ന് ദ്രവിച്ചുപോയി. അവനൊരു കഴുതയുടെ പച്ച താടിയെല്ല് കണ്ട് കൈ നീട്ടി എടുത്ത് അതുകൊണ്ട് 1000 പേരെ കൊന്നുകളഞ്ഞു. കഴുതയുടെ താടിയെല്ലുകൊണ്ട് കുന്ന് 1, കുന്ന് 2, കഴുതയുടെ താടിയെല്ലുകൊണ്ട് 1000 പേരെ ഞാൻ സംഹരിച്ചു എന്ന് ശിംശോൻ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവൻ താടിയെല്ല് കയ്യിൽ നിന്ന് എറിഞ്ഞു കളഞ്ഞു. ആ സ്ഥലത്തിന് രാമത്തുലേഹി എന്ന് പേരായി. പിന്നെ അവൻ വളരെ ദാഹിച്ചിട്ട് യഹോവയോട് നിലവിളിച്ചു, അടിയന്റെ കയ്യാൽ ഈ മഹാജയം നീ നൽകിയല്ലോ. ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ച് അഗ്രചർമ്മികളുടെ കയ്യിൽ വീഴണമോ എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം ലേഹിയിൽ ഒരു കുഴി പിളരുമാറാക്കി. അതിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു. അവൻ കുടിച്ചു, ചൈതന്യം പ്രാപിച്ചു, വീണ്ടും ജീവിച്ചു. അതുകൊണ്ട് അതിന് ഏൻ ഹക്കോരെ എന്നു പേരായി. അതിന്നു വരെയും ലേഹിയിൽ ഉണ്ട്. അവൻ ഫെലിസ്ത്യരുടെ കാലത്ത് ഇസ്രയേലിന് 20 സംവത്സരം ന്യായപാലനം ചെയ്തു. സഭാപ്രസംഗി 5-ാം അധ്യായം. ദൈവാലയത്തിലേക്ക് പോകുമ്പോൾ കാൽ സൂക്ഷിക്കുക. മൂഢന്മാർ യാഗമർപ്പിക്കുന്നതിനേക്കാൾ അടുത്തു ചെന്ന് കേൾക്കുന്നത് നല്ലത്. പരിജ്ഞാനമില്ലായ്കയാലല്ലോ അവർ ദോഷം ചെയ്യുന്നത്. അതിവേഗത്തിലൊന്നും പറയരുത്. ദൈവസന്നിധിയിൽ ഒരു വാക്കുച്ചരിപ്പാൻ നിന്റെ ഹൃദയം ബന്ധപ്പെടരുത്. ദൈവം സ്വർഗത്തിലും നീ ഭൂമിയിലുമല്ലോ. ആകയാൽ നിന്റെ വാക്ക് ചുരുക്കമായിരിക്കട്ടെ. കഷ്ടപ്പാടിന്റെ ആധിക്യം കൊണ്ട് സ്വപ്നവും വാക്കുപെരുപ്പം കൊണ്ട് ഭോഷന്റെ ജൽപ്പനവും ജനിക്കുന്നു. ദൈവത്തിന് നേർച്ച നേർന്നാൽ കഴിപ്പാൻ താമസിക്കരുത്. മൂഢന്മാരിൽ അവന് പ്രസാദമില്ല. നീ നേർന്നത് കഴിക്കുക. നേർന്നിട്ട് കഴിക്കാതെ ഇരിക്കുന്നതിനേക്കാൾ നേരാതെ ഇരിക്കുന്നത് നല്ലത്. നിന്റെ വായ് നിന്റെ ദേഹത്തിന് പാപകാരണമാകരുത്. അബദ്ധവശാൽ വന്നുപോയി എന്ന് നീ ദൂതന്റെ സന്നിധിയിൽ പറയുകയും അരുത്. ദൈവം നിന്റെ വാക്ക് നിമിത്തം കോപിച്ച് നിന്റെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിക്കുന്നത് എന്തിന്? സ്വപ്നബഹുത്വത്തിലും വാക്കുപെരുപ്പത്തിലും വ്യർത്ഥതയുണ്ട്. നീയോ ദൈവത്തെ ഭയപ്പെടുക. ഒരു സംസ്ഥാനത്തു ദരിദ്രനെ പീഡിപ്പിക്കുന്നതും നീതിയും ന്യായവും എടുത്തു കളയുന്നതും കണ്ടാൽ നീ വിസ്മയിച്ചു പോകരുത്. ഉന്നതന് മീതെ ഒരു ഉന്നതനും അവർക്ക് മീതെ അത്യുന്നതനും ജാഗരിക്കുന്നു. കൃഷി തൽപ്പരനായിരിക്കുന്ന ഒരു രാജാവ് ദേശത്തിനെല്ലാറ്റിലും ഉപകാരമായിരിക്കും. ദ്രവ്യപ്രിയന് ദ്രവ്യം കിട്ടിയിട്ടും ഐശ്വര്യപ്രിയന് ആദായം കിട്ടിയിട്ടും തൃപ്തി വരുന്നില്ല. അതും മായത്രേ. വസ്തുവക പെരുകുമ്പോൾ അതുകൊണ്ട് ഉപജീവിക്കുന്നവരും പെരുകുന്നു. അതിൻ്റെ ഉടമസ്ഥന് കണ്ണുകൊണ്ട് കാണുകയല്ലാതെ മറ്റെന്തു പ്രയോജനം? വേല ചെയ്യുന്ന മനുഷ്യൻ അല്പമോ അധികമോ ഭക്ഷിച്ചാലും അവന്റെ ഉറക്കം സുഖകരമാകുന്നു. ധനവാന്റെ സമൃദ്ധിയോ അവനെ ഉറങ്ങുവാൻ സമ്മതിക്കുന്നില്ല. സൂര്യന് കീഴെ ഞാൻ കണ്ടിട്ടുള്ള ഒരു വല്ലാത്ത തിന്മയുണ്ട്. ഉടമസ്ഥൻ തനിക്ക് അനർത്ഥത്തിനായിട്ട് സൂക്ഷിച്ചു വെക്കുന്ന സമ്പത്തു തന്നെ. ആ സമ്പത്ത് നിർഭാഗ്യവശാൽ നശിച്ചു പോകുന്നു. അവനൊരു മകൻ ജനിച്ചാൽ അവന്റെ കയ്യിൽ ഒന്നുമുണ്ടാകുകയില്ല. അവൻ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നതുപോലെ നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. തൻ്റെ പ്രയത്നത്തിന്റെ ഫലമായിട്ട് അവൻ കയ്യിൽ ഒരു വസ്തുവും കൊണ്ടുപോകുകയില്ല. അതും ഒരു വല്ലാത്ത തിന്മ തന്നെ. അവൻ വന്നതുപോലെ തന്നെ പോകുന്നു. അവന്റെ വൃഥാ പ്രയത്നത്താൽ അവൻ എന്തു പ്രയോജനം? അവന്റെ ജീവകാലമൊക്കെയും ഇരുട്ടിലും വ്യസനത്തിലും ദീനത്തിലും ക്രോധത്തിലും കഴിയുന്നു. ഞാൻ ശുഭവും ഭംഗിയുമായി കണ്ടത് ദൈവം ഒരുത്തിന് കൊടുക്കുന്ന ആയുഷ്കാലമൊക്കെയും അവൻ തിന്നു കുടിച്ച് സൂര്യന് കീഴെ താൻ പ്രയത്നിക്കുന്ന തന്റെ സകല പ്രയത്നത്തിലും സുഖം അനുഭവിക്കുന്നത് തന്നെ.
അതല്ലോ അവന്റെ ഓഹരി. ദൈവം ധനവും ഐശ്വര്യവും അത് അനുഭവിച്ചു തന്റെ ഓഹരി ലഭിച്ച് തന്റെ പ്രയത്നത്തിൽ സന്തോഷിപ്പാൻ അധികാരവും കൊടുത്തിരിക്കുന്ന ഏതു മനുഷ്യനും അത് ദൈവത്തിന്റെ ദാനം തന്നെ. ദൈവം അവന് ഹൃദയ സന്തോഷം അരുളുന്നത് കൊണ്ട് അവൻ തന്റെ ആയുഷ്കാലം ഏറെ ഓർക്കുകയില്ല. 2 കൊരിന്ത്യർ 9 വിശുദ്ധന്മാർക്ക് വേണ്ടി നടത്തുന്ന ദ്രവ്യശേഖരത്തെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ആവശ്യമില്ലല്ലോ. അഖായ കിഴാണ്ടു മുതൽ ഒരുങ്ങിയിരിക്കുന്നുവെന്ന് ഞാൻ നിങ്ങളെക്കുറിച്ച് മക്കെദോന്യരോട് പ്രശംസിച്ചു വരുന്ന നിങ്ങളുടെ മനസ്സൊരുക്കം ഞാൻ അറിയുന്നു. നിങ്ങളുടെ എരിവ് മിക്ക പേർക്കും ഉത്സാഹ കാരണമായി തീർന്നിരിക്കുന്നു. നിങ്ങളെക്കുറിച്ച് ഞങ്ങൾ പറയുന്ന പ്രശംസ ഈ കാര്യത്തിൽ വ്യർത്ഥമാകാതെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരുങ്ങിയിരിക്കേണ്ടതിന് തന്നെ ഞാൻ സഹോദരന്മാരെ അയച്ചത്. അല്ലെങ്കിൽ പക്ഷേ മക്കെദോന്യർ എന്നോടുകൂടെ വരികയും നിങ്ങളെ ഒരുങ്ങാത്തവരായി കാണുകയും ചെയ്താൽ നിങ്ങൾ എന്നല്ല ഞങ്ങൾ തന്നെ ഈ അതിധൈര്യ നിമിത്തം ലജ്ജിച്ചു പോകുമല്ലോ. ആകയാൽ സഹോദരന്മാരെ, ഞങ്ങൾക്ക് മുമ്പായി അങ്ങോട്ട് വരികയും നിങ്ങളെ മുമ്പേ വാഗ്ദത്തം ചെയ്ത അനുഗ്രഹം പിശുക്കായിട്ടല്ല അനുഗ്രഹമായിട്ട് ഒരുങ്ങിയിരിപ്പാൻ തക്കവണ്ണം മുമ്പുകൂട്ടി ഒരുക്കി വെക്കുകയും ചെയ്യേണ്ടതിന് അവരോട് അപേക്ഷിപ്പാൻ ആവശ്യം എന്ന് ഞങ്ങൾക്ക് തോന്നി. എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്ന് ഓർത്തുകൊള്ളുവിൻ. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു. അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു, അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും നൽകുന്നവൻ നിങ്ങളുടെ വിതയും നൽകി പൊലിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെ ദൈവത്തിന് ഞങ്ങളാൽ സ്തോത്രം വരുവാൻ കാരണമായിരിക്കുന്ന ഔദാര്യമൊക്കെയും കാണിക്കേണ്ടതിന് നിങ്ങൾ സകലത്തിലും സമ്പന്നന്മാർ ആകും. ഈ നടത്തുന്ന ധർമ്മശേഖരം വിശുദ്ധന്മാരുടെ ബുദ്ധിമുട്ട് തീർക്കുന്നതുമല്ലാതെ ദൈവത്തിന് അനവധി സ്തോത്രം വരുവാൻ കാരണവുമാകുന്നു. ഈ സഹായത്താൽ തെളിയുന്ന സിദ്ധത ഹേതുവായി ക്രിസ്തുവിന്റെ സുവിശേഷം നിങ്ങൾ സ്വീകരിച്ച അനുസരണ നിമിത്തവും അവരോടും എല്ലാവരോടും നിങ്ങൾ കാണിക്കുന്ന കൂട്ടായ്മയുടെ ഔദാര്യ നിമിത്തവും അവർ ദൈവത്തെ മഹത്വപ്പെടുത്തും. നിങ്ങൾക്ക് ലഭിച്ച അതിമഹത്തായ ദൈവകൃപ നിമിത്തം അവർ നിങ്ങളെ കാൺമാൻ വാഞ്ചിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പറഞ്ഞു തീരാത്ത ദാന നിമിത്തം ദൈവത്തിന് സ്തോത്രം.